എൻ്റെ പേര് ഷബീബ. ഞാൻ ഫൈനൽ ഇയർ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. AI for ടീച്ചേഴ്സ് എന്നുള്ള ഈ ഒരു കോഴ്സ് ഞാൻ കഴിഞ്ഞ 2 മാസത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൽ എനിക്ക് തോന്നിയൊരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ആസ് എ ടീച്ചർ ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു ടൈമിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കോഴ്സാണ് AI for ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ്. അതിൽ മെയിൻ ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള നിലക്ക് മെയിൻ ഈ ലെസൺ പ്ലാൻ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഈ ഒരു സംഭവത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള മെയിൻലി പേഴ്സണലി എനിക്കിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കേസ് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ഒരു കോഴ്സിൽ നിന്ന് ഒരുപാട് ടൂൾസ് ഞാൻ പരിചയപ്പെട്ടതോടുകൂടി ഭയങ്കര ആ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി. അത് എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് പറയണ്ട. പിന്നെ ഞാൻ അതിൽ പഠിച്ച ഒരുപാട് ടൂൾസ് ടീച്ചേഴ്സ് എന്നുള്ളതിനുപരി ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആയിട്ട് എനിക്ക് തോന്നി. സോ ഫസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി പേഴ്സണലി ഞാൻ മെറ്റ AI അല്ലെങ്കിൽ ChatGPT മാത്രം യൂസ് ചെയ്ത് വന്ന ഒരാളാണ്. അതിൽ തന്നെ ഫുൾ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ മാത്രം കിട്ടും എന്നുള്ള ഒരു ചാറ്റ് ബോട്ട് എന്നുള്ളത് ആ ഒരു കാര്യത്തിന് മാത്രമാണ്, ആ ഒരു പേർപ്പസ് മാത്രമാണെന്ന് വിചാരിച്ച് വന്ന ഒരാളെന്നും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ടീച്ചേഴ്സിൻ്റെ ഒരു ടൈം, ഇപ്പം ടീച്ചേഴ്സ് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് എത്രത്തോളം എഫക്റ്റീവായിട്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും മെയിനായിട്ട് നോക്കുന്ന കാര്യം. അപ്പോൾ ചിലരൊക്കെ പറയും ഇപ്പം ഈ ചാറ്റ് ബോട്ട്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും എന്നുള്ള കാര്യം. അപ്പം പേഴ്സണലി എനിക്കിപ്പോൾ ഈ ഒരുപാട് 30ഓളം ടൂൾസ് ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിച്ച ഒരു സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു പേഴ്സൺ എന്നുള്ള ഒരു ടീച്ചർ എന്നുള്ളതിൽ ഒരാളുടെ ക്രിയേറ്റിവിറ്റി ഒരു ഏകദേശം ഒരു സെയിം ബേസിൽ നിന്നായിരിക്കും വരിക. പക്ഷേ ഈ ഒരു കോഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് ടൂൾസിൽ നിന്നും ഒരുപാട് ഭയങ്കര ഒരു വിവിഡായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഒരു ക്ലാസ് റൂം കുട്ടികൾക്ക് നൽകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ച ചില ഭയങ്കര മാജിക്കൽ ടൂൾ എന്ന് പറയുന്ന പോലെ ഈ നോട്ട്ബുക്ക് എല്ലാം ഈ ഒരു സംഭവമൊക്കെ ടീച്ചേഴ്സിനല്ല സ്റ്റുഡൻസിനായാലും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക്സ്. ഈ ഒരു 2 months പിന്നെ എനിക്ക് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അറിയാലോ, ഇപ്പം BEd ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു 2 month കോഴ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഇടയിൽ അത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. പക്ഷേ ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയുന്ന പോലെ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഹെക്റ്റിക്കായിട്ട് തോന്നാത്ത രീതിയിൽ 2 month ഇത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ മെയിൻ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കാരണം ടെക്നോളജിക്കലി ഈ ടെക്നിക്കൽ സൈഡ് അത്ര ഭയങ്കര യൂസ് ചെയ്യുന്ന റയറായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ ഒരു സംഭവം പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സംഭവം ഇപ്പോൾ 4th സെമ്മിൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ പെട്ടെന്ന് ഹെൽപ്ഫുള്ളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. പിന്നെ താങ്ക്സ് ലോട്ട്. ഭയങ്കര ഇങ്ങനത്തെ ഒരുപാട് ഏരിയ പരിചയപ്പെടാനും പിന്നെ സൈൻ ലാബിദ് സാറിൻ്റെ ക്ലാസ് അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഭയങ്കര അടിപൊളി ക്ലാസ് ആയിരുന്നു. ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട് ഭയങ്കര ബോറിംഗ് അല്ലാത്ത ഓരോ ടൂളിനെ കുറിച്ചും ഭയങ്കര ഇതായിട്ട് പറയുന്ന ഭയങ്കര നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓവറോൾ താങ്ക്സ് ലോട്ട്.